എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, എന്റെ മോനെ ഒടുക്കത്തെ ചൂട്. ചൂടോട് ചൂട്. ഒറ്റ ദിവസം കൊണ്ട് നേരെ മറിഞ്ഞാണ് കിടന്നു. വല്ലാത്തൊരവസ്ഥ. ചൂടെന്നൊക്കെ പറഞ്ഞ ഇതാണ്, അതാണ് ഒഴുകാണ്. ഓക്കെ, ഇന്നലെ വരെ തണുത്ത് പറിച്ചിരുന്നതാ, ഇന്ന് ഇരുന്നിട്ട് ഒഴുക. ഓക്കെ, കിഴിയിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? എന്താണ് അറിയാ പറഞ്ഞു? മലയാളം അല്ലാത്ത ഏത് കിഴി കിട്ടിയോളൂ, അതായത് അന്യഭാഷ കിഴി കിട്ടുന്ന എത്ര കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. ടൈല്. ടൈലിന് ഒരു മാറ്റം സംഭവിച്ചിരിക്കും. 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ടൈലായിരുന്നു. അപ്പൊ അതിന് വിളിച്ചതാണ് ടൈലിനെ. ഐസായിട്ടൊന്ന് ഇട്ട് നോക്കിയതാ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ ടൈല് വിളിക്കുള്ളൂ. അത് ടൈല് കേട്ടുന്ന് തോന്നുന്നു പോയി. ഓക്കേ, സുമതി വളവ് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് 16+ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ സുമതിയെ വളവിൽ കൊണ്ടുപോയി നിർത്തിയ സംവിധായകന്റെ പേരെന്താണ്? വിഷ്ണു സായ് ശങ്കർ. ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അർജുൻ അശോകനാണ് പ്രധാന വേഷത്തിലുള്ളത്. ഓക്കെ, ആൾക്കും ഒരു ചെറിയ പങ്കുണ്ടെന്നാണ് കേട്ടത് സുമതിയെ വളവിൽ നിർത്തിയത്. ഇപ്പൊ സെൻസറിങ് കഴിഞ്ഞിട്ട് കേരള ഫിലിം ബോർഡിനും പങ്കുണ്ട്. സുമതി വളവിലേക്ക് കയറ്റി വിട്ടു. എനിക്ക് വർക്കായില്ല. അതാണ് അവരുടെ ക്യാപ്ഷൻ. അത് കണ്ടിട്ടില്ലായിരുന്നു. സുമതിയെ വളവിലേക്ക് കയറ്റി വിട്ടു സെൻസറിങ് കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്. എന്താണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. എനിക്കറിയാം, നീ അതൊക്കെ കരുതി കൊടുത്തെന്ന് ഞാൻ ആ സാധനം തന്നില്ലേ. അതാണ് പിന്നല്ല ധീരൻ. ആരാണ് ഇവരെ ധീരനാക്കിയ ആ ഒരു മഹത് വ്യക്തി? ഞാൻ തന്നെ. നീയോ? അല്ലേ? അല്ല, ഈ സിനിമയെ കുറിച്ചാണോ നീ ചോദിച്ചത്? ഞാൻ അങ്ങനെയാടാ, അളിഞ്ഞു കഴിഞ്ഞാ പിന്നെ വെറും വേസ്റ്റ് ആവും, അളിഞ്ഞ് ചണ്ടിയാവും. ഇപ്പത്തെ ആ നേരത്തെ അളിയല് കുഴപ്പമില്ല. അപ്പൊ ഇതിൽ കിട്ടിയാ മതി. തിരിച്ചു പിടിക്കണല്ലോ. അപ്പൊ ധീരനെ ആരാണ് ധീരനാക്കിയത്? എനിക്കറിയാം. സ്ക്രിപ്റ്റും സംവിധാനവും നിർവഹിക്കുന്നത് ദേവദത്ത് ഷാജിയാണ്. സിനിമ ജൂലൈ റിലീസായിട്ട് എത്തുന്ന കേട്ടോ, അത് പറയാൻ വേണ്ടി വന്നത്. രാജേഷ് മാധവൻ, മനോജ് കെ ജയൻ, സുധീഷ്, അശോകൻ, ജഗദീഷ്, ഇവര് ധീരന്മാരാണെന്നുള്ളത് നമുക്ക് അന്ന് കണ്ടറിയാം. ഓക്കെ, ജൂലൈയില്. അടുത്തത് കുബേര 1-0. കുബേര എന്താ? അന്യഭാഷ സിനിമയാണല്ലോ. കുബേര സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇന്ന് നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നുണ്ട്, ഫസ്റ്റ് സിംഗിൾ, അതോ സെക്കൻഡ് സിംഗിൾ നാളെ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും കുബേര സംവിധാനം ചെയ്യുന്നത്, അതായത് കുബേരനാക്കുന്നത് അല്ലേ, ധനുഷിനെ കുബേരയാക്കുന്നത് ശേഖർ കമ്പുര. ഓക്കെ, ഞാൻ ചളി നിർത്തി, ഞാൻ ഡീസന്റ് ആയതാണ്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ധനുഷിനൊക്കെ ദൈവമേ ഇപ്പം ശരിക്കും കുബേരനാക്കിയത്. അടുത്തത് ആഭ്യന്തര കുറ്റവാളി. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ജൂൺ 6 സിനിമ റിലീസിനെത്തുന്നത്. ഓക്കെ, അടുത്തത് സിനിമ റിലീസിനെത്തുന്നത് ജൂൺ 6 കേട്ടോ. ബ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ലാലേട്ടൻ ഒരു വേഷം ചെയ്യുന്നുണ്ടല്ലോ, ആള് ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. അത് ജൂൺ മാസത്തിൽ ആള് ജോയിൻ ചെയ്യും. ആ മാസത്തിൽ തന്നെ ഇതിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ലാലേട്ടനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അടുത്തത് ദിലീപ് ഷാഹി കബീർ. സിനിമയില് ദിലീപ് ഒരു പോലീസ് വേഷത്തിലാണ് എത്തുന്നതെന്നാണ് കേൾക്കുന്നത് കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷമല്ലേ പോലീസ് സ്റ്റോറി? ഇൻസ്പെക്ടർ ഗരുഡ തോന്നുന്നു ലാസ്റ്റ് ചെയ്ത്, അല്ലേ? അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പോലീസ് അർജുനൊക്കെ അഭിനയിച്ച സിനിമ ഉണ്ടായിരുന്നില്ലേ? ആരാ അർജുൻ? അതില് മിലിറ്ററിക്കാരനായിട്ടാണ്. അതില് ലീവിന് വന്നേക്കുന്ന മിലിറ്ററിക്കാരനാണ്. അയ്യോ. അടുത്തത് കാട്ടാളൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഓക്കെ, കാട്ടാളൻ സിനിമയിൽ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത് കിഷൻ, ആള് ഓൺ ബോർഡായിട്ടുണ്ട്. ഞാൻ അംഗീകരിച്ചതാണ്. പോൾ ജോർജ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കാട്ടാളൻ നിർമ്മിക്കുന്നത് ആദ്യത്തെ പടമല്ലേ പോൾ ജോർജിന്റെ? ആണ് തോന്നുന്നു, ഫസ്റ്റ് സിനിമയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അടുത്തത് ജനനായകൻ.
അല്ല പിന്നെ സിനിമയില് വിജയിന്റെ പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് ഡീസന്റ് ആയപ്പോഴത്തേക്ക് എപ്പിസോഡ് പക്ക ഡീസെന്റ് ആയല്ലോ. അപ്പൊ ഞാനാണ് ഇത് മൊത്തം പഴപ്പിക്കുന്ന ആള്. സത്യം അങ്ങനെ വിളിച്ചു പറയണ്ട. അല്ല അതല്ല, ഞാൻ വിചാരിച്ചേ ഞാനാണ് കുറച്ച് ഡീസന്റ് ആയിട്ട് കൊണ്ടുപോണത്, ഇവനാണ് ചളിന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ച് വെച്ചോണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി അത് നീ പറയുന്ന സത്യം ഉണ്ടല്ലേ. അതെങ്ങനെ അറിയോ, ഓരോ ദിവസവും ഓരോരുത്തരാണ്. മനസ്സിലാവുണ്ടോ? അതല്ല, എന്നാലും ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. വളരെ മോശമാണ് നിന്റെ അവതരണം. ഇങ്ങനെ വരുന്ന പരിപാടികൾ അല്ലെങ്കിൽ വീഡിയോസ് ഞാൻ ഒഴിവാക്കാറാണ്. ഇത് ഞാൻ എന്തായാലും ഒഴിവാക്കില്ല. കട്ട് ചെയ്യില്ല, അറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തുറന്നങ്ങ് പറഞ്ഞല്ല, എല്ലാരും അറിയട്ടെ. വലിയൊരു തിരിച്ചറിവുണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അടുത്ത തഗ് ലൈഫ്. നീ ഒരു കാര്യം കൂടി തിരിച്ചറിഞ്ഞോ? ഞാൻ 2-1 മനസ്സിലായി. ഒന്ന് മുന്നിൽ കയറിയിട്ടുണ്ട്. തഗ് ലൈഫ് സിനിമയുടെ ബുക്കിംഗ് ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട് കേട്ടോ. പോസ്റ്റർ വന്നിട്ടുണ്ട്. ജൂൺ 5 സിനിമ റിലീസിനെത്തുന്നത്. കേരള ബുക്കിംഗ് ആണോ തുടങ്ങിയേക്കുന്നത്? എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അല്ല, അത് മറ്റത് ഇന്ന് വൈകിട്ടല്ലേ തുടങ്ങുന്നത്, ഈവനിങ് ആണ് തുടങ്ങുന്നത് മറ്റുള്ള ഭാഷകളിൽ. അതായത് ഞായറാഴ്ച വൈകിട്ട് എത്ര ടൈമാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കേരള ഫസ്റ്റ് തുടങ്ങി. 8:01. ഇനി മറ്റത് ഇനി അപ്പം തന്നെ തുടങ്ങിയോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 മണിയോ 7 മണി അങ്ങനെ എത്ര കണ്ടായിരുന്നു വൈകിട്ട്. ഓക്കെ, 1-ാം തീയതി. എന്തായാലും തഗ് ലൈഫ് സിനിമയുടെ സിംഗിൾ വരുന്നുണ്ട്, മറ്റേ വെൺവിളി നായകല്ലേ ആ സോങ്, ലിറിക്കൽ വീഡിയോ. അതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും അതൊരു ഗംഭീര സോങ് തന്നെ ആയിരിക്കും. അടുത്തത് മത്സരിക്കടാ, അങ്ങനെ 2 കുത്തുത്തിയാൽ മാറുമോ? മാറൂല. അതിലുള്ള JSK വന്നില്ലേ, ആ 2 കുത്തിനാണ് വന്നത്. അല്ലെങ്കിൽ പിന്നെ അല്ലാണ്, എനിക്ക് തമിഴ് വേണ്ട, എനിക്ക് മലയാളം തോക്കണം. തോറ്റ് വേണം എനിക്ക് വിജയത്തിലേക്ക് എത്താൻ. അതുകൊണ്ടാണ് JSK സിനിമയുടെ പുതിയൊരു പോസ്റ്റർ. പ്രവീൺ നാരായണാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതേ വന്നിരിക്കുന്നു 20-ാം തീയതി, ജൂൺ 20-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ഈ കുബേരയും ജൂൺ 20-നാണ്. സിതാര സമീൻ പറ 20-ന്. പിന്നെ ജൂൺ 20-നോ മെർസൽ അല്ലേ? ജൂൺ 20-ന്. അത് പിന്നെ വിഷയം വരുന്നില്ല. പിന്നെ ഉദയനാണ് താരം, ജൂൺ 20-ന്. എത്രണ്ണം വേണം? ഞാൻ ഓർത്തോർത്ത് എടുത്തോണ്ടിരിക്കുകയാണ്, ഇനിയുണ്ട്. നിന്റെ ചീത്തപ്പേര് മാറ്റണം. പിന്നെ IQ പവർ എല്ലാരും അറിയട്ടെ. ഇല്ലെങ്കിൽ ഇത് അറിഞ്ഞാലൊന്നും ഉണ്ടാറില്ല, കഴിഞ്ഞു പോകുന്ന പോട്ടെ നിൽക്കാറാണ്. തുടക്കത്തിൽ തന്നെ ഒരെണ്ണം കിട്ടിയതുകൊണ്ട് അതെന്നെ വല്ലാണ്ട് ആഘാതം ഏൽപ്പിച്ചു. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. തിരിച്ചറിവുള്ള ജിനേഷായിട്ട് നാളെ മുതൽ ജിനേഷ് വരും. നാളെ മുതലേ എനിക്ക് കാണും തിരിച്ചറിവ് വെച്ചാൽ ഇവരാണ് പ്രശ്നം വരാൻ തോൽവിയായിരിക്കും.